ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഞാൻ ഒരു ഉഷാറ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, പിന്നെ അത്രയ്ക്ക് ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിത് ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഈ പുഡിങ് നിങ്ങൾ തയ്യാറാക്കുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് നിങ്ങൾ എനേബിൾ ആക്കേണ്ടത്. അപ്പോഴാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും, അല്ലെങ്കിൽ ഷുഗറൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആവും പുഡിങ്ങിനൊക്കെ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷമാണ് നമ്മൾ നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നട്ട്സായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. പീനട്ട്സ് വേണമെങ്കിൽ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബദാമും കാഷ്യൂസും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ പിസ്ത ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കുക. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെയും കൂടും. അപ്പോൾ അതാ ഷുഗറൊക്കെ കാരമലൈസ് ആയിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ചേർക്കണം. ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു 20 ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 20 കാഷ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം കൂടുന്നോ അത്രയും ടേസ്റ്റ് ആവും ഈ പുഡിങ്ങിന്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് തന്നെ ഈ നട്ട്സാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി. കാരമലൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയ സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു 1/2 കപ്പോളം പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം. നമ്മൾ വേഗം ആവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ പുഡിങ്ങിൻ്റെ ടേസ്റ്റേ കംപ്ലീറ്റ് മാറിപ്പോവും, കരിഞ്ഞു പോവും ഷുഗർ. അപ്പോൾ ഷുഗറൊക്കെ ഒന്ന് ഡിസോൾവ് ആയി വന്നാൽ മതി, ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ അൺസോൾട്ടഡ് ബട്ടർ ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോൾട്ടഡ് ബട്ടർ ആണ് ഉള്ളതെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഡിസോൾവ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂണോളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രാമിൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ 100 ഗ്രാമിൻ്റെ പാക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതായത് 50 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിം തന്നെയാണ്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലാക്കുകയാണെങ്കിൽ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കമ്പൈൻ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്രീം ചേർക്കുകയാണ്. അമൂലിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫ്രഷ് ക്രീമാണ് ഉള്ളതെങ്കിൽ ഫ്രഷ് ക്രീം എടുത്താലും മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീമാണ് ഉള്ളതെങ്കിൽ വിപ്പിംഗ് ക്രീം എടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ആയാലും അമൂലിൻ്റെ ക്രീമാണെങ്കിലും പിന്നെ ഫ്രഷ് ക്രീം ആണെങ്കിലും ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ക്രീമും ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ച് ആകുന്നത് വരെ നമ്മൾ ഇതിലിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ച് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. അത് നല്ലൊരു ഫ്ലേവറിനായിട്ട്. ഇനിയിപ്പോൾ ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഇല്ലെങ്കിൽ വാനില എസെൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ചൂട് മാറിയതിന് ശേഷമാണ് ഈ ഒരു കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ലൂക്ക് വാം വാട്ടർ ചേർത്താൽ മതി. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച നട്ട്സാണിത്. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് ഞാൻ ഇതുപോലൊരു വെയിറ്റ് വെച്ചിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ടും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ക്രീം ബീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട്, വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഏത് ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീമും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാവും ഒന്നും കൂടിയും പുഡിങ്ങിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. പുഡിങ്ങിനും ഐസ്ക്രീമിനൊക്കെ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഞാനിതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ചേർക്കുന്നുണ്ട്. കുറച്ച് ഡ്രോപ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്തിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്ലേവർ അതിൽ വരുന്നുണ്ടോ നോക്കുക, കളറൊക്കെ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഇതിൻ്റെ എസെൻസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരല്പം കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറ്റം വരും. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ പുഡിങ് ട്രേയിൽ 5 ബ്രെഡിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആണ് 5 ബ്രെഡ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്രൗൺ സൈഡ് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളയാം. അപ്പോൾ ഇതാ 5 ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇനി ആ സോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ബ്രെഡ് സ്ലൈസും അതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ പുഡിംഗ് ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ സോസ് ഒരല്പം തിക്കായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂണോളം ചെറിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ട്രേയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സോസ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരല്പം ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഞാൻ ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അധികം നട്ട്സ് ഇല്ലെങ്കിൽ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്താലും മതി. ഞാനിപ്പോൾ ഒരല്പം കൂടുതൽ പൊടിച്ചതുകൊണ്ട് ഇങ്ങനെ ഈ സെക്കൻഡ് ലെയറായിട്ട് ഈ നട്ട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ക്രീം സ്പ്രെഡ് ചെയ്യുമ്പോൾ കേക്കിന് ഐസിങ് ചെയ്യുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നൊന്നുമില്ല.
ഇനി ഞാൻ സ്ക്രേപ്പർ വെച്ചിട്ട് ഒന്നും കൂടെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ളൊരു ടോപ്പ് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ഫോട്ടോ എടുക്കാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് നീറ്റാക്കി ചെയ്തെന്നുള്ളൂ. ഇനി ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നട്ട്സ് നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. ഞാൻ നട്ട്സ് 2 രീതിയിലാണ് പൊടിച്ചുള്ളത്. നിങ്ങൾ കണ്ടില്ല, ഒന്ന് കുറച്ച് വെയിറ്റ് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാനുള്ള പാകത്തിന്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ബാക്കി വന്ന സോസ് ഒന്നും കൂടെയും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി ഞാനൊരു ക്ലിംഗ് റാപ്പർ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇത് കഴിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷം ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാതെ പോവരുത്, കാരണം അത്രയും ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.